ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കെരവൻ്റെ ഗേൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. സോ രാവിലെ 3:30 എണീറ്റ് ഞാൻ റെഡിയാവുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. റെഡിയായി ഒരു കോഫി ഉണ്ടാക്കി. പക്ഷേ 4 o'clock ട്രാൻസ്പോർട്ട്. ചായ മുഴുവനായിട്ട് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, പക്ഷേ ഞാൻ ട്രാൻസ്പോർട്ടിനായിട്ട് പോവുകയാണ്. ആൻഡ് ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ആൻഡ് അവരും സ്കൂളിലോട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ സ്കൂളിലെത്തി. വെതർ വളരെ മോശമായിരുന്നു. പക്ഷേ ഇതാണ് എൻ്റെ സ്കൂള്. നിങ്ങൾക്ക് ആ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ സ്കൂൾ വന്നേക്കണം. അപ്പോൾ വെതർ ഭയങ്കര മോശമായതുകൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം കുറേ നേരം അവിടെ തേരാപ്പാരം നടന്നു. ഫ്ലൈയിങ് ക്യാൻസലായതുകൊണ്ട് തിരിച്ചു വരുവാണ്. ഫ്ലൈറ്റ് ക്യാൻസലായി. മഴ ഭയങ്കര മഴയാണ്. യു ക്യാൻ സീ ഗൈസ്. Say hi guys. I don't understand Malayalam, but she is best vlogger. Follow her. Yeah, like subscribe. സോ അപ്പം എനിക്ക് ആക്ച്വലി 7 to 9 ആണ്. പക്ഷേ മഴ കാരണം ഫ്ലൈറ്റ് നടന്നില്ല. അപ്പം 7:30 നമുക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. സോ ഇത് വീട്ടിലോട്ട് പോകുന്ന റൂട്ടാണ് ഗൈസ്. നല്ല മഴയായിരുന്നു. മഴ മാറി മാറി വരുമായിരുന്നു. അപ്പം ആർക്കും തന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. It's raining guys. It's raining. Hello guys. Hello guys. അയ്യോ, ഇവിടെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത് ഗൈസ്. ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദ മോർണിംഗ് ആക്ച്വലി. അപ്പം നമ്മൾ വീട്ടിലോട്ടെത്തി. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിപാടി ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഉണ്ടാക്കി വെച്ച ചായ എടുത്ത് ചൂടാക്കി. പിന്നെ കുറച്ച് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. സവാളയൊക്കെ അരിഞ്ഞ് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുവാണ് ഗൈസ്. കണ്ടില്ലേ, മുട്ടയൊക്കെ പൊട്ടിച്ചിന് അതൊക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു. പിന്നെ ഉപ്പിട്ടു, പെപ്പർ പൗഡർ ഇട്ടു, നല്ലവണ്ണം അത് ബീറ്റ് ചെയ്തു. പിന്നെ പാനിൽ എണ്ണ ഒഴിച്ചു, മുട്ട ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡിയായി ഗൈസ്. ഇതാണ് യൂഷ്വലി മിക്ക ദിവസവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വരുന്നത്. പിന്നെ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്തു, മറ്റേ ബ്രെഡിൻ്റെ സംഭവത്തിലേ. അപ്പം അത് ചെയ്തു. ആ സമയം കൊണ്ട് തന്നെ മുട്ടയും റെഡിയായി ഗൈസ്. കണ്ടില്ലേ. സോ പിന്നെ മുട്ട വെച്ചു. പിന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ടോപ്പപ്പ് ചെയ്ത്. അപ്പോൾ ഇതാണ് യൂഷ്വലി ഞാൻ എപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് യൂഷ്വലി. അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ബ്രെഡും ആയിരിക്കും. സോ ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ്. നമ്മുടെ ബ്രൂ കോഫി റെഡിയായി ഗൈസ്. രാവിലെ കുടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ ക്ഷീണം നമുക്കിപ്പോൾ തീർക്കാം. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഫുഡ് കഴിക്കണമായിരുന്നു. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫ്രണ്ടിന് എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിൻ്റെ കൂടെ എക്സാമിന് പോയിട്ട് എനിക്ക് അവിടെ നിന്ന് കുറച്ച് ഇന്ത്യൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടിയിലിപ്പം നമ്മൾ എക്സാം സെൻറ്ററിലോട്ട് ആദ്യം പോവുകയാണ്. അതിവിടെ നിന്നൊരു 45 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട് ഗൈസ്. ടോക്കിംഗ് അബൌട്ട് സൗത്ത് ആഫ്രിക്ക, ഞാൻ വിചാരിച്ച പോലെ ഇറ്റ്സ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ കൺട്രി. ഞാൻ ഇത്രയും അടിപൊളിയാണ് എന്ന് പറയുന്നത്. ഭയങ്കര ഗ്രീനറിയാണ്, നല്ല വ്യൂ ആട്ടോ. നമുക്ക് ലൈക്ക് നോക്കിയിരിക്കാൻ തോന്നും. റോഡ്സ് ആയാലും ഭയങ്കര ഗ്രീനറി ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തു. ഇത് ആക്ച്വലി സാൻടൺ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. ആ സാൻടൺ സിറ്റിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ വ്യൂസൊക്കെ ക്യാപ്ചർ, ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. മഴയാണെങ്കിലും ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ ദ നേച്ചർ. സോ അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നതാണ് സാക്ക എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ എക്സാംസും നമ്മൾ എഴുതാൻ വരുന്നത്, നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിലായിരിക്കും. അപ്പോൾ അവിടെയാണ് എൻ്റെ ഫ്രണ്ടിന് എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രധാന ലൊക്കേഷനായ ഇന്ത്യൻ സ്റ്റോറിൽ പോകും. അപ്പോൾ ഞാനിവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിലൊന്നും പോയിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കൊതിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ മേടിക്കാനാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോകുന്നത്. ആൻഡ് ഇതാണ് നമ്മൾ ഫസ്റ്റ് വന്ന ഇന്ത്യൻ സ്റ്റോറ്. ആണ്ടൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു പേര്. പക്ഷേ എന്നെ സർപ്രൈസ് എല്ലാ കാര്യവും ഇവിടെ ഉണ്ട് ഗൈസ്. ലൈക്ക് വിളക്ക്, ചന്ദനത്തിരി, ഒരു വലിയ ഷോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സാധനങ്ങളൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച് വന്ന മസാല കമ്പനിയൊന്നും അവിടെ ഉണ്ടായില്ല, അങ്ങനെ എന്തോ. പക്ഷേ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ പിടിച്ചത്. എനിക്കതിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നാട്ടിൽ തന്നെ അതേ ബ്രാൻഡ് റൈസൊക്കെയാണിത്. പിന്നെ ഇത് തന്നെ ഞാൻ തന്നെയാണ് ഗൈസ്. ചുമ്മാ ഒരു കണ്ണാടി കണ്ടപ്പോൾ ഒരു വീഡിയോ പിടിച്ചതാണ്. പിന്നെ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. എന്നിട്ടല്ല, സ്പൈസ് മേടിച്ചിട്ട് വരാമെന്ന്. നമ്മൾ ഭാരത് സ്പൈസിലാണ് പോയത്. സോ ഇത് ആക്ച്വലി ആണ്ടൽ എന്ന് പറഞ്ഞ സ്റ്റോറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ഷോപ്പാണ്. പക്ഷേ എല്ലാ സാധനവും തന്നെ അവൈലബിൾ ആണ്. പരിപ്പ്, പയർ, പപ്പടം ഗൈസ്, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി. എനിക്കൊന്ന് ഇവിടുത്തെ കടയേക്കാളും കുറച്ച് റേറ്റ് കുറവുണ്ട് ഈ ഇഞ്ചിക്കൊക്കെ ഇവിടെ കേട്ടോ. പിന്നെ എല്ലാ സ്നാക്സ്, അത് ഇത് കുറേ എല്ലാ സാധനവും ഉണ്ട് ഗൈസ്. അപ്പം എനിക്ക് ആവശ്യമുള്ള കുറേ സാധനമൊക്കെ മേടിച്ചു. അരി ഉൾപ്പെടെ ലൈക്ക് ഇന്ത്യൻ റൈസ് ബസ്മതിയൊക്കെ കിട്ടുമായിരുന്നു.
പിന്നെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മസാലാസ് കുറച്ച് വിലയുണ്ടെങ്കിലും എല്ലാ സാധനവും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു അടിപൊളി സംഭവമായിരുന്നു. ഇതേ കണ്ടില്ലേ, വിക്സ്, ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് ഗൈസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുർക്കുർ ഉണ്ടായിരുന്നു, ലേസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കൊന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാം തന്നെ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മൾ കുറേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് റൺ ബൈ തെലുങ്കു പീപ്പിളാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നു എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. കുറേ എല്ലാം ഉണ്ട് ഗൈസ്, ബിരിയാണി, ലാം കറി, ചിക്കൻ കറി, റൈസ്, എല്ലാ പരിപാടിയും ഉണ്ട് ഗൈസ്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എന്ത് വേണം എന്നുള്ള വൻ ആലോചനയിലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു റെസ്റ്റോറൻറ്റ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആംബിയൻസും ഒക്കെ. ആൻഡ് ആദ്യം നമ്മൾ സൂപ്പാണ് ഓർഡർ ചെയ്തത് ഗൈസ്. ദെൻ സൂപ്പ് വന്നു ഗൈസ്, സൂപ്പ്. ആൻഡ് ദിസ് ഈസ് പ്രദീപ് ഭയ്യ. ആൻഡ് ഞാൻ സൂപ്പ് ടേസ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. ദെൻ ഞങ്ങൾ ഇവരൊക്കെ എപ്പോഴും വന്ന് കഴിക്കാനുള്ള അപ്പോളോ ഫിഷ് ഓർഡർ ചെയ്തു. ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ റൈസ്, നാൻ, ചിക്കൻ കറി എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു, കൈ കഴുകി, സ്ഥലം കാലിയാക്കാൻ സമയമായി ഗൈസ്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. പക്ഷേ ലുക്ക് അറ്റ് ദ ക്ലൗഡ്സ് ഗൈസ്. ആർക്കും ഫ്ലൈ ചെയ്യാൻ പറ്റാത്ത വെതറായിരുന്നു. ഭയങ്കര ലോ ക്ലൗഡ്സ് ഒക്കെ ആയിരുന്നു. സോ നമ്മളിങ്ങനെ അതൊക്കെ നോക്കി യാത്ര ചെയ്യുകയാണ് ഗൈസ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ റോഡ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നേച്ചറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഐ റെക്കോർഡഡ് എവറിത്തിങ്. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തല്ല ലൈക്ക് വ്യൂസാണ്, ഭയങ്കര നേച്ചർ, ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് സാൻറ്റൺ സിറ്റി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു. സോ യെസ് ഗൈസ്, ആൻഡ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് ഇവിടുത്തെ ഈ കാർ റേസിംഗ് ഒക്കെ. അത് കൈലാമി എന്ന് പറഞ്ഞാൽ കാർ റേസിംഗ് ഒക്കെ നടക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഈ റേസൊക്കെ നടക്കാറുണ്ട്, കാർ റേസൊക്കെ. അതിന് വേണ്ടിയിട്ടൊക്കെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാണ്. കണ്ടില്ലേ ഗൈസ്, ഭയങ്കര അടിപൊളിയാണ് ഗൈസ് കാണാൻ. സോ അങ്ങനെ അതൊക്കെ നോക്കി നിങ്ങളെ കാണിക്കാനായിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചായിരുന്നു. ആൻഡ് ദെൻ യെസ്, ഇനിയും നമുക്ക് പോകണമല്ലോ. 45 മിനിറ്റ്സ് ഉണ്ടല്ലോ വീട്ടിലോട്ട് ഇനി. ആൻഡ് ദിസ് ഇസ് മീ അഗെയിൻ ഗൈസ്, ക്യാപ്ചറിങ് സം സിമ്പിൾ വീഡിയോസ്. പിന്നെ അവർക്ക് വേറെ എന്തോ വെയ്പ്പിൻ്റെ സാധനം മേടിക്കാനുണ്ടായിരുന്നു. സോ അവിടെ പോയി അത് മേടിച്ചു. ദിസ് ഇസ് വെയ്പ്പ് കിങ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും പോകുന്നു നേച്ചർ ഗൈസ്. നേച്ചർ ഇപ്പോൾ നമ്മൾ വേറൊരു റോഡ് സൈഡിൽ കൂടെ ആട്ടോ പോകണം, വന്ന വഴിയല്ലായിരുന്നു. അതിൻ്റെ കൂടെ കുറേ കുതിരയൊക്കെ ഉണ്ട്. എനിക്ക് കുതിരയുടെ ട്രെയിനിങ് ഒക്കെ ഇവിടെയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ വീട്ടിലൊക്കെ തന്നെ കുറേ ഹോസസൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ആൻഡ് ദിസ് റോഡ് ലുക്സ് നൈസ് ഗൈസ്. കണ്ടില്ലേ, രണ്ട് സൈഡും മരങ്ങൾ. സോ അതുകൊണ്ട് ക്യാപ്ചർ ചെയ്തതാണ്. പിന്നെ കഴിച്ച് ഞങ്ങൾ വേറൊരിടത്ത് ഇറങ്ങി എനിക്കൊരു ലോലിപ്പോപ്പ് കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ലോലിപ്പോപ്പ് കഴിച്ച് വി ആർ അഗെയിൻ ഗോയിങ് ഹോം ഗൈസ്. ഹോം. സോ അങ്ങനെ ഞങ്ങൾ ഫൈനലി എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ഗൈസ്. പിന്നെ അവിടെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒരു വൈകിട്ട് 7 മണിയായപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയമായി ഓർത്ത് നോക്കിയപ്പോൾ മുട്ടയൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ചെക്കേഴ്സിൽ പോയിട്ട് മുട്ട മേടിക്കാമെന്ന് ഓർത്ത് ചെക്കേഴ്സിലെത്തി ഗൈസ്. വീണ്ടും ഷോപ്പിംഗ് തന്നെ. പിന്നെ അവിടെ നിന്ന് ബേസിക് പാല് അങ്ങനെയൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെന്നു, അതൊക്കെ മേടിച്ചു. സോ അതാണ് ഗൈസ്, ഇവിടെ നൈസാണ് ഗൈസ്, എല്ലാം കാണാനായിട്ടൊക്കെ അടിപൊളിയാണ്. സോ ദിസ് ഇസ് എസ്. ദെൻ we are going to home and we are planning to cook putta and മുട്ടക്കറി ഗൈസ്. ആൻഡ് ഐ ആം ദ വൺ ഹൂ മേഡ് മുട്ടക്കറി. സോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് 9 o'clock ആയപ്പോഴത്തേക്കും ആളെന്നെ എൻ്റെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പം ആളെന്നെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തു ഗൈസ്. ഇതൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദിസ് ഈസ് മൈ ഡേ ഇൻ മൈ ലൈഫ് ഗൈസ്, എ റാൻഡം ഡേ ഇൻ മൈ ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.